തൃശൂരിൽ ആത്മവിശ്വാസം ഇന്നലെ രാത്രിയോടെ ഇരട്ടിയായെന്നാണ് നടനും എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി പറയുന്നത്. പാർട്ടി ഒരു റിവ്യൂ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ഫുൾ ടെക്സ്റ്റ് ഇതുവരെ വന്നിട്ടില്ല എങ്കിലും അവർക്കും ഇതേ അഭിപ്രായമാണുള്ളത്. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് സുരേഷ് ഗോപി ഇത്തരത്തിൽ പരാമർശം നടത്തിയത്. നമുക്കല്ലല്ലോ പ്രധാനം, ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ പശ്ചാത്തലത്തിൽ അവർ സമ്മതിദാനം സമ്മാനിച്ചു കഴിഞ്ഞു. അത് പെട്ടിക്കുള്ളിലുണ്ട്. ജൂൺ 4 വരട്ടെ, അതുവരെ കാത്തിരിക്കാം. ഞാൻ തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ്. എല്ലാത്തിനും മുകളിൽ ഒരാളുണ്ട്, ദൈവം കാത്തോളും. ക്രോസ് വോട്ടിംഗ് ആരോപണം വ്യാകുലപ്പെടുത്തുന്നില്ല. ഇതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും ഒരു ബോധമുണ്ട്. 2019 അവർക്കത് മനസ്സിലായി. എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. അതെന്റെ ജോലിയല്ല. ഞങ്ങൾ രണ്ടുപേരുമാണ് മത്സരിക്കുന്നതെന്ന പ്രഖ്യാപനങ്ങൾ അപമര്യാദയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. താൻ ജയിച്ചാൽ തൃശ്ശൂരിന് മാറ്റമുണ്ടാകും. തൃശ്ശൂരിന് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതുവരെ ചർച്ച ചെയ്തത്. താൻ MP ആകാനാണ് മത്സരിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ഉന്നതർക്കും പങ്കുണ്ട്. കരുവന്നൂരിലടക്കം ഈ ഇടപെടൽ ഉണ്ടായിരുന്നുവെന്നും സുരേഷ് ഗോപി പറയുന്നു.